ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു DVM റെസ്ക്യൂ. ഞാൻ നിങ്ങളുടെ ദേവ. ഞാൻ കരുനാഗപ്പള്ളിയിലും കല്ലുമുട്ടിക്കടവിലും താമസിക്കുന്ന ആംസ്ട്രോങ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളൊക്കെ ചന്ദ്രനിൽ കാലുകുത്തി നീൽ ആംസ്ട്രോങ്ങിനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അറിയത്തുള്ളൂ. പക്ഷേ കൊല്ലത്ത് ഇങ്ങനെയുള്ള പേരുള്ള ഒരു ചേട്ടനെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു. ഞാനൊരു 5-6 വർഷം മുമ്പ് ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിറ്റ്നസ്സൊക്കെ നോക്കുന്ന, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയോടെ നോക്കുന്ന ഈ അണ്ണൻ്റെ പേരും ഈ ചേട്ടനെയൊക്കെ ഞാൻ മറക്കാതെ ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ റെസ്ക്യൂ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ചേട്ടൻ ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് കൂട്ടർ ഡോഗ്സ് ഉണ്ട്. അവളുടെ ദേഹത്ത് ഒരു വായിൽ ഒരു ചൂണ്ട കുരുങ്ങിയിട്ടാണ് ഇന്ന് റെസ്ക്യൂവിന് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 വർഷം മുമ്പ് ഇവിടെ കിടക്കുന്ന ഇവൻ്റെ വായിലും ഇതേപോലെ ചൂണ്ട കുരുങ്ങിയിട്ട് റെസ്ക്യൂവിന് വിളിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ചേട്ടൻ ഈ പരിസരത്തുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ റെസ്ക്യൂ ഉണ്ടെങ്കിൽ ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യും. പറ്റാത്തതൊക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ ഇവൻ്റെ ചെവിയൊക്കെ പുഴുത്തു പോയത് പുള്ളി തന്നെ മരുന്നൊക്കെ കൊടുത്ത് അതിനെ ഫുള്ള് ക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവൻ പിടിക്കാനായിട്ട് പാടായിരുന്നു, അന്ന് നെറ്റ് ക്യാച്ചിങ് ഒക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വിളിച്ചാലൊക്കെ അടുത്തോട്ട് വരും. അപ്പോൾ ചേട്ടൻ ഇത് കൈ കൊണ്ട് ഊരാൻ നോക്കി ഈ ചൂണ്ട. പക്ഷേ പെയിൻഫുൾ ആയതുകൊണ്ട്, മൂർച്ചയുള്ളൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അത് വലിക്കുമ്പോഴൊക്കെ അവർക്ക് വേദന എടുക്കുന്നുണ്ട്. ചേട്ടനെ കടിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ അവളെ വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഈ വായിലെ കുന്തം ഊരണമെങ്കിൽ അവളെ കടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങളുടെ കയ്യിലൊരു പ്ലെയർ, നമ്മുടെ നീൽ ആംസ്ട്രോങ് അണ്ണൻ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളതിനെ കിടത്തി അവനെ വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഭയങ്കര പാടൊന്നുമില്ലായിരുന്നു. അവൾ ഞങ്ങളോട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. പ്രത്യേകതര രീതിയിലൊന്ന് കട്ട് ചെയ്തൊന്ന് ഊരിക്കളയണം എന്നുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഇവിടെ അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചൂണ്ട ഇടാൻ പോകുന്ന സുഹൃത്തുക്കളോ ആരൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് പോകുന്ന ചൂണ്ടകൾ ഇതുപോലെ ഏതെങ്കിലും ജീവികളുടെ ദേഹത്തൊക്കെ കൊണ്ടുകയറാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തെളിവാണിത്. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും മരത്തിനകത്തോ ഇല്ല തെർമോക്കോളിനകത്തൊക്കെ ഇത് കുത്തി വെച്ച് അതിനെ അങ്ങനത്തെ രീതിയിൽ തന്നെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വഴിയിലൊന്നും കളഞ്ഞിട്ട് പോകാതിരിക്കുക ദയവ് ചെയ്ത്. ഇപ്പോൾ മനുഷ്യർക്കായാലും മൃഗങ്ങളെ ഇത് കൊണ്ടു കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. മനുഷ്യരാണെങ്കിൽ എങ്ങനെയെങ്കിലും വലിച്ചൊരു കളയും. ഈ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥലം അവിടെ ഇരുന്ന് പുഴുത്തഴിഞ്ഞ് അറ്റുപോകുന്ന അവസ്ഥ വരെ ആവാറുണ്ട്, കൈയും കാലും ഒക്കെ. അപ്പോൾ തങ്കൂസുകളൊക്കെ കുരുങ്ങി ഒത്തിരി റെസ്ക്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ രീതിയിൽ നിങ്ങളത് ഉപേക്ഷിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അത് ഉപേക്ഷിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പരിചയക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ചൂണ്ടയിടാൻ പോകുന്ന വ്യക്തികൾക്കൊക്കെ. അപ്പം ഇതുപോലെയൊന്നും ആവാതെ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പം ഇവളെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ ഫ്രണ്ട്ലി ഡോഗായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ റെസ്ക്യൂ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇതുപോലെയുള്ള വീഡിയോസിന്